ഇതാണ് കുഴപ്പം. എന്ത് കാര്യം ഏൽപ്പിച്ചാലും അവസാനം എല്ലാം കൂടി എന്റെ തലയെ കൊണ്ടൊന്ന് കെട്ടിവെക്കും. എന്റെ പൊന്നു ദൈവമേ, ഇവിടെ എവിടെ ചെന്ന് കിടക്കുന്ന സംഭവം നോക്കിയിട്ടും കാണുന്നില്ലല്ലോ. എന്തോ ഒന്നും മറന്നല്ലേ ഇത്. എന്തെങ്കിലും മനസ്സിലായില്ല? ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലേ? സംഭവം എന്താണെന്നറിയാ? കണ്ടന്റ് പറഞ്ഞില്ലേ? അതാണ് കണ്ടന്റ് പറഞ്ഞാൽ അറിയാം. പിന്നെ എങ്ങനെ ഞാൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ വന്ന് ചാടിയിട്ട് വല്ല കാര്യമുണ്ട്? കണ്ടന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല മനസ്സിലാവും. പറഞ്ഞുതരാം. സംഭവം ഈ ജനലിൽ കൂടെ കാണുന്നുണ്ടോ സ്കൂള്? ആ സ്കൂളിന്റെ പരിസരത്ത് ഇതിപ്പോ നിൽക്കുന്നേ. ഇവിടെ ഞാൻ ഈ പണ്ട് ഇവിടെ ഈ കാരക്ക മുട്ടായി, നെല്ലിക്ക ഉപ്പിലിട്ടത് മുട്ടായി, ഇതൊക്കെ ഇങ്ങനെ ഒരു കടയായിരുന്നു. ഈ കടയായിരുന്നു ഇതിങ്ങനെ പിന്നെ ഒരു വലിയ കടയായി. കടയായ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. അല്ല, പിന്നെ ഇത് വളർന്ന് വലിയ കടമായി. വലിയൊരു കടമായി, എടുക്കാൻ പറ്റാത്ത വലിയൊരു കടമായി. മനസ്സിലായി? സംഭവം എന്താണെന്നറിയാവോ? ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ മൊബൈൽ എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ കൊണ്ടുവരാൻ ആളുണ്ട്. പിന്നെ നമ്മൾ ഈ കട വെച്ചുകൊണ്ടിരുന്നത് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു ഓഫീസ് തുടങ്ങിയിരിക്കുകയാണ്. അതായത് റെന്റ് ഫാദർ ആൻഡ് മമ്മി. ഇപ്പോഴത്തെ പിള്ളേരുടെ കണ്ണന്തുരി വെച്ചിട്ട് ഇവന്മാർ കാണിക്കുന്ന കൊട്ടേഷൻ എല്ലാം സാറുമാർ പറയും, ചെന്ന് മമ്മിയെ വിളിച്ചോണ്ട് വാ, ചെന്ന് ഡാഡിയെ വിളിച്ചോണ്ട് വാ, അച്ഛനെ വിളിച്ചോണ്ട് വാ, പപ്പയെ വിളിച്ചോണ്ട് വാ, ആ കൊച്ചിച്ചനെ വിളിച്ചോണ്ട് എന്നൊക്കെ. മാമനെ ഇതൊക്കെ ഞങ്ങളിപ്പോൾ ഇവിടെ അവർക്ക് ചെറിയൊരു ആശ്വാസം, ഞങ്ങൾക്ക് ചെറിയൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് വരുന്ന വർഷങ്ങളിൽ മിക്ക സ്കൂളിന്റെ നടയിലും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ കല്യാണമൊക്കെ നടത്തണമെന്ന് കണ്ടല്ലോ, ഈ ബന്ധുക്കൾ കുറവുണ്ടല്ലോ, അതിനും ആളുണ്ട്. ഞാനും എന്റെ ഭാര്യയും പക്കാവിനെയോ. പോണെന്ന് കൊറേ കാലം കൊണ്ട് പറയണു, ഇതുവരെ പോണതും ഇല്ല കിട്ടാൻ വേണ്ടിട്ട്. ഞാൻ പോയിട്ട് വരാം. നീ പോണെന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ സങ്കടം. എന്തിനാന്ന് വിഷമിക്കണം? ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ ഇങ്ങ് വരൂലേ? അതല്ലേ വിഷമം. അല്ല, നീ കുറച്ച് സമയം ഇവിടെ കാണാതിരിക്കുമല്ലോ, കാണില്ലല്ലോ, അതിന്റെ ഒരു വിഷമമായിട്ട് ഞാൻ പറഞ്ഞാണ്. ഞാൻ പോയിട്ട് ഇതാണ് എന്റെ ഭാര്യ കേട്ടാ. നമസ്കാരം കേട്ടോ, ഞാൻ ഈ അച്ഛനും കൊച്ചിനും അപ്പൂപ്പനായിട്ടൊക്കെ അഭിനയിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും കൂടെ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോ ഇവള് അമ്മൂമ്മ, അമ്മച്ചി, അമ്മ ഒക്കെ പോകും, അഭിനയിക്കാൻ പോകും. അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നിട്ടേ പൈസ ചോദിക്കുമ്പോ എന്റെ മുമ്പ് കിടന്നൊരു അഭിനയമുണ്ട്. ഓ, പെട്ട തള്ള സഹിക്കൂല. ഞാൻ പോയിട്ട് വരട്ടെ. എവിടെ പോകുന്ന? ഇന്ന് എവിടെയാണ്? ഇന്നലെ തൊടുപുഴയിൽ മറ്റേ കല്യാണത്തിന് ബന്ധുക്കാരായിട്ട് പോകേണ്ടത്. ഞാൻ ഇന്ന് അച്ചാമ്മയിട്ട്. അച്ചാമ്മ? ചെറുക്കന്റെ അച്ചാമ്മ. നരച്ച വിഗ്ഗൊക്കെ എടുത്തിട്ടുണ്ട്. നരച്ച വിഗ് എടുത്തിട്ടുണ്ട്. പിന്നെ മുറുക്കാൻ പല്ല് വേണ്ടേ? അത് എല്ലാം എല്ലാം 1500 രൂപ കിട്ടുന്ന കേസാണ്. 1500 ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം ആ മാങ്കായ് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ കുറച്ച് നേരത്തേക്ക് എന്റെ അച്ഛനായിട്ടൊന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ എന്ന് പറഞ്ഞ് ചേട്ടൻ ഇവിടെ നിന്ന് പോയതാണോ? എന്നിട്ട് എപ്പോഴാ കയറി വന്ന് ഇങ്ങോട്ട്? എടി, അതെന്താ സംഭവം അറിയാവോ? ഞാൻ അവിടെ ചെന്നൊരു കിടുക്കാച്ചി അവനെ അങ്ങ് കാച്ച വെച്ച് ഞെട്ടിപ്പോയി. അവന്റെ ഒറിജിനൽ അച്ഛൻ വന്ന് കഴിഞ്ഞാൽ മാറ്റി നിർത്തും. ആ രീതിയിൽ അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നില്ലേ. അവിടെ ചെന്ന് ഇത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറയാ, പയ്യന് ചെറിയ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു, വീട്ടിൽ കൊണ്ടുപോന്നു. പിന്നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ അച്ഛനെ പറഞ്ഞും പോയി വിളിക്കാതെ പോകാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഒന്ന് പരിഗണന കണ്ടപ്പോഴേക്കും ഹെഡ് മാസ്റ്റർ കാർ ഇറക്കിയിട്ട് എന്നെ അവനെ കൂടെ കയറ്റി ചെറുക്കന്റെ വീട്ടിലെ കൊണ്ടങ്ങ് ഇറക്കി. ഞാൻ പിന്നെ വീട്ടിൽ കയറിയിട്ട് ചാറ്റയൊക്കെ പറഞ്ഞു. എന്തായാലും അവിടെ വരെ പോയി ചെറുക്കൻ ഇറക്കിട്ട് അപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നാ പോരാ. വൈകുന്നേരം വരെ അവിടെ എന്തായിരുന്നു? എടി, ഞാൻ അതല്ലേ, ഞാൻ അങ്ങനെ ഇന്നപ്പോ പിന്നെയല്ലേ അറിഞ്ഞത് ആ പയ്യന്റെ അമ്മ അവിടെ സുഖമല്ല കിടക്കാണ്. ആ ചേച്ചിക്കാ ആ പനി. പിന്നെ ഞാൻ ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്ത് നെറ്റിയിൽ ചെറിയൊരു തുണിയൊക്കെ നനച്ചിട്ട് കൊടുത്ത് അച്ഛനായി പോയില്ലേ. അല്ലല്ല, അച്ഛനായിട്ട് അഭിനയിക്കാൻ പോയല്ലേ, പാവല്ലേ. പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം അറിഞ്ഞത്. ഈ കൊച്ചി ഇറക്കണേ അവന്റെ അച്ഛൻ കുഞ്ഞിലേ ഉപേക്ഷിച്ച് പോയതാണ്. അയ്യോ പാവം. പിന്നെ ഞാൻ കുറച്ച് ആശ്വസിപ്പിച്ച്. പിന്നെ പോവാൻ നേരത്തെ അവരെന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുക, ജീവിക്കാനുള്ള മോഹം കൊണ്ട് ചോദിക്കുക, പോവാതിരിക്കാൻ പറ്റുമോ എന്ന്. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അപ്പൊ പറഞ്ഞു പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. ചേട്ടന് ഭയങ്കര ഉത്തരവാദിത്ത കൂടുതലുണ്ട്. ഈ ഒരു ഉത്തരവാദിത്ത കൂടുതൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇതുപോലെ പല പിള്ളേരുടെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കാൻ പോകും. അവിടെ ഇതുപോലെ അച്ഛനൊക്കെ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും വയ്യായികയൊക്കെ വരും. അപ്പൊ ഞാനും അങ്ങോട്ട് കുറെ ഉത്തരവാദിത്തം കാണിക്കും. ഞാൻ ഉത്തരവാദിത്തം കുറച്ചാലോ? ഞാനും കുറക്കും. മക്കള് പോയിട്ട് വരുമ്പോഴേ ഞാനാണെന്നുണ്ടെങ്കിൽ ടൗണിൽ പോയിട്ട് വരുമ്പോ നിനക്ക് ചുരിദാർ വേണോ, സാരി വേണോ, എന്ത് വേണം? അതിപ്പോ അങ്ങനെ ചോദിച്ചാ ചേട്ടനെ എളുപ്പം അലക്കി വിരിക്കാൻ പറ്റിയ ഏത് തുണിയാന്ന് വെച്ചാൽ അതെടുത്തേച്ചാ. പോടി കണ്ണുമെന്ന് പോടി. ഒരു അമ്മച്ചി ഇറങ്ങിയിരിക്കുന്നു മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. ഇതേപോലെ നല്ല ഏതെങ്കിലും കൊട്ടേഷൻ പറഞ്ഞേ.
ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം. പിന്നെ ആ, ഓ. എനിക്കൊരു അച്ഛനെ വേണം. എനക്കൊരു അച്ഛനെ വേണം. ഇടാ അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നേ. ഈ ശരിക്കും അച്ഛനൊക്കെ എങ്ങനെയാ റേറ്റ് ഇവിടെ? പല കാറ്റഗറിയിലുണ്ട്. അതായത് മണ്ണിന്റെ മണമുള്ള അച്ഛൻ മുതൽ അത്തറിന്റെ മണമുള്ള അച്ഛൻ വരെ നമുക്കിവിടെ ഉണ്ട്. മനസ്സിലായില്ല. അതായത് ഏടാ കൂലി പണിക്കാരൻ മുതൽ ഗൾഫുകാരൻ വരെ ഉണ്ടെന്ന്. അതെ അതെ. റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? റേറ്റ് എന്ന് പറയുമ്പോ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന രീതിയിലുള്ള ഒരു അച്ഛനെയാണ് വേണ്ടെങ്കിൽ 1000 രൂപ. 1000 രൂപ മണിക്കൂറിനാണ്. മണിക്കൂറിന്. പിന്നെ സമയം കൂടുകയാണെങ്കിൽ മിനിറ്റിന് 15 രൂപ വെച്ച് ഞാൻ ഫൈൻ അടിക്കും. അത് ഇവിടുത്തെ നിയമമാണ്. അത് കുഴപ്പമില്ല. പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള രീതിയിലുള്ള ലെവലിലുള്ള അച്ഛൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1500 2000 അതിനകത്ത് ഇങ്ങനെയാണ്. അതെ. അതെ. അപ്പൊ ഡോക്ടർ, വക്കീല്, പോലീസ് അങ്ങനെയുള്ള ജോലിക്കാരൊക്കെ ആണെങ്കിലോ? കോട്ടോട് കൂടിയത് ഡോക്ടർ 2500, കോട്ടില്ലാത്തത് 2000. ഇതന്നെ റേഡിയോയിലെ കമ്പോള നിലവാരാ. പിന്നെ കോട്ടും ടെലസ്കോപ്പൊക്കെ നിന്റെ അച്ഛൻ കൊണ്ടുവരും. എന്റെ അച്ഛൻ ഇവിടെ സ്ഥലത്തില്ലാത്തോണ്ട് അച്ഛനെ തിരക്കിയല്ല ഞാനിവിടെ വന്നേ. എന്നാ പിന്നെ അത് പറ. ഒരു 10-250 രൂപയുടെ ഒരു ലോക്കൽ അച്ഛൻ ഉണ്ടാവോ? 250 രൂപയ്ക്ക് 250 രൂപയ്ക്ക് അച്ഛനുണ്ട്. പക്ഷേ മുറുക്കാൻ ചാവച്ച് തുപ്പും കട്ടം പീടിയും വലിക്കും. എങ്ങനെയുണ്ട്? ഒരു സെറ്റപ്പ് ആയിരിക്കണം. സെറ്റപ്പാണ്. നീ അവിടെ എന്തോ കണ്ണന്തിരി കാണിച്ചിട്ടുണ്ടല്ലോ. എന്ത് വിഷയത്തിന്റെ പേരിലാണ് അച്ഛനെ കൊണ്ട് പറഞ്ഞത് നമ്മൾ അറിയണമല്ലോ. നിസാര കേസ്. നിസാര കേസായിരുന്നാലും നീ കറക്റ്റായിട്ട് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ സാറ് ചോദിക്കുമ്പോൾ ഞാൻ ചമ്മും. സംഭവം വേറൊന്നുമല്ല, ഞാൻ അവിടെ സ്കൂളിലെ ലീഡറാ. നീയാണോ സ്കൂളിലെ ലീഡർ? ദൈവമേ, ലീഡർ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള പിള്ളേർ എങ്ങനെയായിരിക്കും? ഇവിടെ ഞാൻ കൊയ്യും. സംഭവം അറിയോ, നമ്മുടെ ക്ലാസ് ടീച്ചർക്ക് ഒരു 5 ലക്ഷം രൂപ കടമുണ്ട്. അയ്യോ, ഇത് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൂപ്പില് ഒരു മെസ്സേജ് വന്നു. എന്ത് മെസ്സേജ്? ഈ പൈസ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് ചാവുന്നു. അയ്യോ, എട്ടിപ്പോയില്ല എല്ലാരും. പിന്നല്ലാതെ പിറ്റേ ദിവസം തന്നെ എന്റെ നേതൃത്വത്തിൽ വലിയൊരു യോഗം. അത് വേണം. ഞാൻ പറഞ്ഞു, നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്നാന്ന് വെച്ചാ കൊടുക്കണം. ഈ സ്കൂൾ ലീഡർ അല്ലേ, അങ്ങനെ ചെയ്യാം. എന്നിട്ട് അവര് ചോദിച്ചു, എത്ര വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശം? അത് ചോദിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, മിനിമം ഒരാള് 1/2 ലിറ്റർ പെട്രോളെങ്കിലും കൊടുത്തിരിക്കണം. പെട്രോളാ? അതെന്തിന്? അല്ല, കത്തിച്ച് ചാവാൻ നിൽക്കല്ല, പെട്ടെന്ന് ചാവട്ടേതേ. നിന്റെ പേരെന്താ? ശ്രീജിത്ത്. എടാ പൊന്ന് ശ്രീജിത്ത്, ക്ലാസ് ലീഡറെ, ഈ പെട്രോൾ വാങ്ങിച്ചോണ്ട് കൊടുക്കാന്ന് പറഞ്ഞതിന്റെ പേരിൽ നിന്നെ പുറത്താക്കി. എന്നാലും അകത്ത് കയറ്റുള്ളൂ. എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. ഓക്കെ, അതൊക്കെ പോട്ടെ. നിന്റെ അച്ഛൻ എവിടെ? എടാ, അപ്പൊ പണക്കാരനല്ലേ? ഈ 5 ലക്ഷത്തിന്റെ കാര്യം നിന്റെ അച്ഛനടുത്ത് പറഞ്ഞാ പോരായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് അപ്പൊ തന്നെ പറഞ്ഞു 25 ലിറ്റർ പെട്രോളിന്റെ കാശ് എപ്പൊ തന്നെ അക്കൗണ്ടിലേക്ക് ഇടാം. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം, മൊത്തം കൊല്ലാൻ വേണ്ടി നടക്കുക. ഇപ്പൊ നിനക്ക് അച്ഛനെ വേണം. അച്ഛനെ വേണം. നീ ആയാലും കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് പൂരിപ്പിക്കും. ഇവിടെ എല്ലാം നിയമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കേ. എന്തെങ്കിലും പ്രശ്നം വന്നാലേ എങ്ങനെ പൂരിപ്പിക്കണ്ടേ? നീ എന്റെ പേരെന്ന് പറഞ്ഞ ശ്രീജിത്ത്. ശ്രീജിത്ത്. നീ എവിടെ താമസിക്കണടാ? കരിങ്കല്ല് PO, തമിഴ്നാട്. തമിഴ്നാടാ? അതാ തമിഴ്നാട്ടിലെ? അതായത് എന്റെ അമ്മ എന്നെ പ്രസവിച്ചത് തമിഴ്നാടിന്റെ കേരളത്തിലെ ബോർഡറിൽ വെച്ചാ. ബോർഡറിലാണ്? തലഭാഗം തമിഴ്നാട്, ബാക്കിയൊക്കെ കേരളം. അപ്പൊ റേഷൻ തമിഴ്നാട്, ബാത്റൂമിൽ പോണത് കേരളത്തില്. തിന്നണത് തമിഴ്നാട്ടിൽ ചെന്നിട്ടും വേസ്റ്റ് കൊണ്ട് കളയണത് കേരളത്തില്. നിനക്ക് നിനക്ക് നല്ല സ്റ്റാൻഡേർഡ് അച്ഛനല്ലേ? ഇതാണോ സ്റ്റാൻഡേർഡ്? അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രായം, നല്ല വിവരവും പക്വതയും ഇതൊക്കെയുള്ള ഒരു അച്ഛനാണ് വേണ്ടത്. നീ ഇത് എഴുതിയാ? അതൊക്കെ എഴുതിയേണ്ടത്. പറയണ്ട, ഈ ചെറുക്കന്റെ കാര്യം കൊച്ചാക്കാൻ വേണ്ടിട്ട്. അച്ഛനൊക്കെയാണ്. അച്ഛനായിട്ട് ഞങ്ങൾ വരാം. ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോ. വന്നേക്കാം. ഉറപ്പായിട്ടും വരാം. ശരി. മക്കളെ, ബാപ്പ വരാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തീർക്കാൻ വഴി. എനിക്ക് അച്ഛനാണ്, ബാപ്പയല്ല. എടാ, നീ ഏതെങ്കിലും ഒന്ന് പറയണ ആഴ്ച കയറി തരും കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അറിയാം. ഈ ഒരു സംഭവമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി സാറ്, ഇതൊക്കെ പോലെ ഒരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ സിനിമ ഷൂട്ട് ചെയ്യാനല്ലേ? സ്കൂളിൽ കിടന്ന് എന്താ കണ്ണന്തിരി കാണിച്ചിട്ടാണ്? നിനക്ക് നീ അമിതാഭ് ബച്ചനെ കൊണ്ടുവരാടാ ഞാൻ. അയ്യേ, അമിതാഭ് ബച്ചനെ കൊണ്ടുവരാൻ അവര് വിശ്വസിക്കില്ല. എന്താ? പൊക്കത്തിന്റെ കേസിൽ അവരെ പിടിക്കും. അടിച്ചു കൊന്നു കളഞ്ഞാലേ. ചേട്ടാ, വണ്ടി വരാനേ 1 മണിക്കൂർ എടുക്കൂന്ന്. ഞാൻ അതറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. എന്നെ കൊണ്ടൊന്നും വയ്യാ വെയിലത്ത് നിൽക്കാനായിട്ട്. ഇതാരത്? എന്റെ ഭാര്യ. ചെറിയൊരു ചേച്ചിട്ട് അച്ഛൻ തന്നെ വേണമെന്നില്ല, അമ്മച്ചേലും മതി. അത് നമ്മൾ ഇത്ര നേരം പറഞ്ഞു ഉറപ്പിച്ച എന്താടാ? ഞാൻ അല്ല, അച്ഛൻ വന്നില്ല, പ്രശ്നം സോൾവ് ആവണ്ടേ? നീ ഇനി വീട്ടിൽ പോയി നിന്റെ അമ്മച്ചി വിളിച്ചോണ്ട് പോകാൻ പ്രശ്നമാവൂലേ? അത് അല്ല, വീട്ടിൽ പോയി എന്റെ അമ്മച്ചല്ല. പിന്നെ ഈ ചേച്ചി നല്ല ഫിഗറാ. ഈ ചേച്ചി അമ്മച്ചിയായിട്ട് എടുക്കും. അത് പറ്റില്ല. അവക്ക് മറ്റേ അവിടെ അമ്മച്ചിയായിട്ട് അഭിനയിക്കാൻ அவங்க തൊടുകൂടെ പോണം.
അയ്യോ ചേട്ടാ, ഇപ്പൊ ഈ കൊച്ചിന്റെ കൂടെ പോകാനാ ഞാൻ പോകാതെ 1 മണിക്കൂറല്ലേ. എല്ലായിടത്തും നീ തന്നെ പോയാ മതിയാ. അപ്പൊ എനിക്കൊന്നും ചെയ്യണ്ടേ? എനിക്ക് ഒരു 2 പേരുടെ പേയ്മെന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ പുളിക്കോ? ഇതാണ് കുഴപ്പം. ഇവക്ക് ഡബിൾ കളിക്കണം. എനിക്ക് ഒരിടത്തും പോയി പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞുതരാം. നീ ഇതിനകത്ത് 2500 ഞാൻ പറഞ്ഞുറപ്പിച്ച് ചോദിക്കാം. ആയിക്കോട്ടെ. നിർത്തിക്കേ. അച്ഛൻ വന്നാലോ അമ്മ വന്നാലോ ഒരു കാര്യം ഞാൻ പറയാം. എന്ത് കാര്യം? നമ്മൾ അവിടെ ചെല്ലുമ്പോ ആദ്യമായിട്ട് 2-3 വാക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണം. അങ്ങനെയൊന്നുമില്ല. ഞാൻ എത്രയോ പേരെടുത്ത് അച്ഛനായിട്ട് പോയിരുന്നു. ഒരു സ്കൂളിലും അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ പോയ ആപ്പൂപ്പ സ്കൂളൊന്നും അല്ലത്. പിന്നെ ഇത് സീരിയസ്. അവിടെ ചെല്ലുമ്പോ അവര് ചോദിക്കും, നിങ്ങളുടെ കുട്ടി എവിടെയാ പഠിക്കണം എന്നുള്ള വല്ല വിവരം ബോധം നിങ്ങൾക്കുണ്ടോ? അപ്പ വാ തുറന്നാണ്ട് പറയണം, സെന്റ് ഗ്രിഗോറിയോസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടിത്താനം PO, തിരുവല്ല. നിന്റെ അച്ഛൻ എവിടെ പറഞ്ഞത്? എന്റെ അച്ഛൻ ബഹറില്ലേ? ഇപ്പൊ എന്റെ കൈ കുട്ടി അടിച്ച് കൊല്ലും ഞാൻ. അവന് വല്ല കാര്യമാണ് നിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി. എനിക്ക് മലയാളം മീഡിയം സ്കൂളിൽ കിടക്കണം. അവിടെ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ചോളണം. അടുത്ത പ്രാവശ്യം TC വാങ്ങിക്കണം. എന്നിട്ടെങ്കിലും മലയാളം മീഡിയം സ്കൂളിൽ ഞാൻ കൊണ്ടാക്കും. എന്നിട്ട് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ വരും നിന്റെ അച്ഛൻ. TC മേടിക്കുന്നത് എന്നൊക്കെ കിടന്ന് പറയണത്. May I come in, sir? What's your name? How old are you? അട്ടി കിടക്കി. ചരളെ നീ Shut your bloody tongue. बच्चा क्या हुआ बच्चा? ഹിന്ദി ഹിന്ദി. बहुत भूख लगी है बच्चा. സൂപ്പർ. അങ്ങു കൊത്തല്ലു എൻ പട്ടി മകനെ. ഇതെന്നെ കിടന്ന് കേൾപ്പിക്കണത്. ഇത് കന്നഡ. ഇതാ ഉച്ചന്നുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞ ഒറ്റയടിക്ക് കണ്ണടഞ്ഞു. അല്ലേ എന്താ സ്കൂളിൽ പോയിട്ട് എന്താ കുരുത്തക്കേട് കാണിച്ചത്? അതെന്റെ അടുത്ത് പറഞ്ഞു. എന്താ? എന്തോ ഒരു ചെറിയ പെട്രോളിന്റെ പ്രശ്നമാണ്. നിസ്സാര കേസ്. 2500 നമ്മൾ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. നീ പോയത് വാങ്ങിച്ചിട്ട് വാ. പെട്രോളിന്റെ കേസ് തന്നെ. പക്ഷെ ഇവന്റെ മുഖം കണ്ടാ അറിയാലേ എന്തോ ഒരു കുരുത്തക്കേട് ഉണ്ട്. അത് ജന്മന ഉള്ളതാ, കുഴപ്പമില്ല. നീ ക്ലാസ്സിൽ കയറേണ്ട അറ്റൻഡൻസ് പറഞ്ഞിട്ടാണോ? എനിക്ക് നല്ല അറ്റൻഡൻസ് ഉണ്ട്. പിന്നെ പരീക്ഷക്ക് വട്ടപൂജ്യം കിട്ടിയായിരിക്കും. ശരിയാ. അല്ല നല്ല മാർക്കുണ്ട്. നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പൊ പ്രോഗ്രസ് ക്ലാസ്സിൽ കള്ള ഒപ്പിട്ട് അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഇവൻ ക്ലാസ്സിൽ കിടന്ന് പിള്ളേരുമായിട്ട് എന്തോ ചെറുതായിട്ട് ചെറിയ കച്ചവച്ചുണ്ടായി. ഇവിടെ കിട്ടി സാധനം കിട്ടി. സാധനം എന്നാ അറിയോ? എന്താ സംഭവം പറഞ്ഞ? ഞാൻ ഈ സ്കൂളിൽ നടന്നു പോകുമ്പോ സുരേഷ് എന്ത് ചെയ്താ എന്റെ മുമ്പിൽ നിന്ന് മാറില്ല. ഞാൻ ജസ്റ്റ് പിടിച്ചൊരു തള്ളു കൊടുത്തു. സുരേഷ് വീട്. അത്രേ ഉള്ളൂ. എടി നിനക്ക് കാര്യം മനസ്സിലായി. ടെൻഷൻ അടിക്കണ്ട. ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷിനെ ഒന്ന് ചെറുതായിട്ട് തള്ളി പുള്ളി വീണു. അത്രേ ഉള്ളൂ. ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷ് അല്ല, പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാളാ സുരേഷ്. ഞങ്ങളുടെ പ്രിൻസിപ്പാളാ? എവിടെ തള്ളിട്ടെന്ന് പറഞ്ഞേ? ഞങ്ങളുടെ സ്കൂളിലെ കിണറ്റില്. ഈ കാലമാനം തൊലയാൻ വേണ്ടിട്ട് എടി പ്രിൻസിപ്പാളിനെ കിണറ്റിലിട്ടാണ് ഇവൻ വന്ന് നിൽക്കുന്നത്. നീ സാറിനെ കിണറ്റി തള്ളിയിട്ട് മറ്റുള്ള സാറുമാരോട് എന്ന് പറഞ്ഞ് ഈ സാറിനെ കിണറ്റിന്ന് രക്ഷിക്കാൻ എന്താടാ? അവിടെ ചെന്ന് പറഞ്ഞാൽ അവരാദ്യം പറയും പോയി അച്ഛനെ വിളിച്ചുകൊണ്ടിട്ട് പറയാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം അച്ഛനെ കൊണ്ടുവരാം എന്നിട്ട് പറയാത്. നിനക്ക് മനസ്സിലായ? കൊലപാതക ശ്രമം, അതായത് സാക്ഷിമാരെ വിളിക്കാനാണ് ഇവൻ വന്നിരിക്കുന്നത്. ഈ സമയത്ത് അച്ഛനെ അമ്മ അല്ല വിളിക്കേണ്ടത്. പിന്നെ വിളിയടാ ഫയർഫോഴ്സിനെ.